ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു മോര് കറി റെഡിയാക്കാം. തേങ്ങയൊന്നും അരയ്ക്കാതെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ മോര് കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കരിയാപ്പില, സവോള, തക്കാളി, ഇച്ചിരി ജീരകം, മുളക് പൊടി, കായം, തൈര്, പിന്നെ കുറച്ച് കടുകും എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവോള നിങ്ങൾക്ക് ചെറിയ പൊടിയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇച്ചിരി നീളത്തിലോ അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒത്തിരി അങ്ങ് ബ്രൗൺ ആവേണ്ട, ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇതുകൂടെ ചേർത്ത് നമുക്ക് ഈ സവോളയൊന്ന് സോഫ്റ്റായിട്ട് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 2 പിഞ്ചോളം കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി എടുക്കാം. ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറിയതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ഇത് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതുപോലെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. തൈര് ഈ ചൂടോടെ ഇതിൻ്റെ അകത്തോട്ട് നേരിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്പ്ലിറ്റായി പോകും. അതിനാണ് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ചെറുതായിട്ട് ഒരു കട്ടിയുള്ള രീതിയിലാണ് ഇത് എടുത്തേക്കുന്നത്. ഇതോടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ രീതിയിൽ മോര് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.